നെഞ്ചു പിടഞ്ഞല്ലാതെ ഈ വീഡിയോ കാണാതിരിക്കാനാവില്ല. നിലത്ത് പോയ ഭക്ഷണം പെറുക്കിയെടുത്ത് കഴിക്കുന്ന ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ഒരുമ്മ. ഇതുപോലെ എത്രയെത്രയോ കുട്ടികളും സ്ത്രീകളുമാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്ന് കരയുന്നത്, പട്ടിണി കിടന്ന് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗസയിലെ റഫയിലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പിലുണ്ടാക്കിയ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ സേന വെടിവെപ്പ് നടത്തിയത്. ക്രൂരമായ നടപടിയാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ ഒരു പാത്രത്തിൽ അവസാനം കഴുകാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അള്ളിപ്പിടിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തിട്ടെങ്കിലും ഒരു നേരത്തെ വിശപ്പ് തീരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടികളും യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ. നമ്മളൊക്കെ എത്രയോ ഭക്ഷണങ്ങൾ വിഭവസമൃദ്ധമായിട്ട് ദിവസേന കഴിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കാം, ഇവരുടേതല്ലാത്ത കാരണം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പിടയുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പോലും മുന്നറിയിപ്പ് നൽകി. ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു വാക്ക് ഗസയെ പൂർണ്ണമായിട്ട് നിരായുധീകരിച്ച് അവിടുത്തെ ഹമാസ് എന്ന ഭരണം അവരുടെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഈ ഗസയിലെ യുദ്ധം നിർത്തൂ. അതായത് ഇന്ന് ഗസയിലെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ അധിനിവേശത്തിലാണ്. ഇസ്രായേൽ സേന പിടിച്ചടക്കിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു നാളേക്ക് വേണ്ടി, സമാധാനമുള്ള ഒരു പുലരിക്ക് വേണ്ടി. യുദ്ധം ഏത് രാജ്യക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, അതൊരിക്കലും മനസ്സമാധാനവും സന്തോഷവും സമ്മാനിക്കുന്നില്ല. വേദനകളും പട്ടിണികളും യാതനകളും തന്നെയാണ് സമ്മാനിക്കുക. شكرا لحشكروان.